കോഴിക്കോട് ബീച്ചിൽ അർദ്ധരാത്രിയിൽ കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം സജീവം. നാടോടി ഭിക്ഷാടന സംഘത്തിന്റെ മദ്യപാനവും അടിപിടിയും പതിവെന്ന് കച്ചവടക്കാർ പറയുന്നു. കുട്ടികളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തി പണം സമ്പാദിച്ച മുതിർന്നവർ മദ്യപിക്കുന്നു എന്നും പരാതി. ഉറങ്ങുന്നു. ഈ പ്രായത്തിലുള്ള ഈ കുട്ടി വിഷയം ആചിക്കാൻ വേണ്ടിയിട്ട് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ബീച്ചുകൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ ഗതികേടാണ് ഇപ്പോൾ ബീച്ചിലെ അവസ്ഥ. ഈ കുട്ടികളെ കൊണ്ട് ഈ സമയത്തൊക്കെ ഈ റോഡ് ഒറ്റയ്ക്ക് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. രാത്രി സമയം ഇപ്പോൾ 1:26 കണ്ടില്ല നിങ്ങൾ. ഇതാണ് കോഴിക്കോട് ബീച്ചിലെ അവസ്ഥ. ഈ കുട്ടികൾ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കിടന്നുറങ്ങുന്നത് ആ കുട്ടികളെ കടപ്പുറത്തേക്ക് വീണ്ടും അയക്കുക. രാത്രി ഇപ്പോൾ സമയം ഏകദേശം സമയം നോക്കിക്കോളി 1:27 രാത്രി. ഇതാണ് അവസ്ഥ. കണ്ടില്ല നിങ്ങൾ. ഇതിനൊക്കെ ഉണ്ടല്ലോ പോലീസിനെ ഏൽപ്പിച്ചിട്ട് നാട് കടത്തണം. പ്രായം നോക്കിയിട്ട് ആ കുട്ടീൻ്റെ എത്ര ഉണ്ടാവും നോക്കി നിങ്ങൾ. സ്വന്തം ഏട്ടനനിയനും ഭാര്യയും അനിയത്തിയുമാണ് പട്ടിക കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തല്ലുന്നത്. അപ്പോൾ പുറത്തുള്ള ഒരാൾ അവരെങ്ങനെ ആക്രമിക്കുന്നു ആലോചിച്ച്. ഭയങ്കര ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് ഇവർക്ക്. കാരണം ഇവർ ജോലി ചെയ്യുന്നില്ല. ഇവരെ മക്കളെ ചെറിയ 5-4 വയസ്സുള്ള കുട്ടികളെ ഈ ആളുകളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഒരു കുട്ടി 600-700 റുപ്യ പിരിക്കും. അങ്ങനെ ഒരു ഫാമിലിക്ക് 4 കുട്ടികൾ 5 കുട്ടികളാണ്. ഇവരെ ഈ എമൗണ്ട് 2000 വന്നിട്ട് രാവിലെ ഇരുന്ന് മദ്യപിക്കുകയാണ്. സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വണ്ടീൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുക, ബീച്ച് തട്ടുകടൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു ഫുഡ് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുക. അല്ലാണ്ട് അവർ എഴുന്നേറ്റ് പോയി ആ ബീച്ചിൽ നിന്ന് പോകുന്നില്ല. അവരുടെ മലമൂത്ര വിസർജനമൊക്കെ അവിടെ തന്നെ മണ്ണിട്ട് മൂടുക. എന്നിട്ട് അവിടെ ഫാമിലിയൊക്കെ വന്ന് ചായ കുടിക്കാൻ വേണ്ടി ഫാമിലി വന്നിരിക്കുമ്പോൾ അവരെ വസ്ത്രത്തിൽ ഇതാവുക. ഇത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളെക്കുള്ള ആക്രമിക്കുക. സിനോജ് തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സിനോജ്, പല തലങ്ങളുണ്ട്. ജോലി തേടി വന്നവരാണ്, പാവപ്പെട്ട ആളുകളൊക്കെയാണ്. പക്ഷേ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പല പ്രശ്നങ്ങളുണ്ട്. കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് സ്ത്രീകളും കുടുംബങ്ങളും എല്ലാം എല്ലാ സമയത്തും രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ പോയി ഇരിക്കുന്ന ഇടമാണ്. അവിടെ നിയമലംഘനങ്ങളോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മറ്റൊന്ന് കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. രാത്രി 1:30 മണിക്കൊക്കെ 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോവുക, ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്ന സംഭവങ്ങളാണ്. അതിലൊരു നിയന്ത്രണം വേണം എന്നുള്ളതിൽ മറ്റഭിപ്രായങ്ങൾ ഉണ്ടാകാനിടയില്ല. മധു, അതായത് ജോലി തേടി വന്നതാണെന്ന ആ വാക്കുകൾ തന്നെ തിരുത്തേണ്ടി വരും. കാരണം അവർ ജോലി തേടി വന്നതല്ല. കുഞ്ഞുങ്ങളെ ഉപയോഗിച്ച് ഭിക്ഷാടനം നടത്തുക, അതുവഴി അവർക്ക് പണം ഉണ്ടാക്കുക. കാരണം കേരളത്തിൽ ധാരാളം അതിഥി തൊഴിലാളികൾ മാന്യമായി ജോലി ചെയ്ത് മാന്യമായി വേതനം വാങ്ങി ശമ്പളം വാങ്ങി കുടുംബം പോറ്റുന്നവരുണ്ട്. പക്ഷേ കോഴിക്കോട് ബീച്ചിൽ സംഭവിക്കുന്ന അതല്ല. രാജസ്ഥാനിൽ നിന്ന് കുറച്ച് കുടുംബങ്ങൾ വരുന്നു. അതിലെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നും ജോലി ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ 2-2.5 വർഷമായി ഞങ്ങളും നേരിട്ട് കാണുന്ന നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ പുരുഷന്മാർ പകൽ കിടന്നുറങ്ങും, ഓൺലൈനിൽ ആഹാരം വാങ്ങി കഴിക്കുന്നു, കിടക്കുന്നു, ബിവറേജിൽ പോയി കുപ്പി വാങ്ങുന്നു, അടിക്കുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു. ഇത് മാത്രമാണ് പുരുഷന്മാർ ചെയ്യുന്നത്. സ്ത്രീകൾ കുറച്ച് ബലൂൺ വാങ്ങി വഴി സൈഡിൽ നിൽക്കും, അതും വിൽപ്പന നടക്കുന്നില്ല. ഈ കുട്ടികളെ മാത്രം, അതായത് 10 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളെ സ്കൂളിൽ പോലും വിടാതെ ആ കുട്ടികളെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഭിക്ഷ യാചിക്കാൻ വേണ്ടി വിടുന്നു. ഇത് കോഴിക്കോട് ബീച്ചിൽ തന്നെയാണ് ഞാനുള്ളത്. ഇവിടെയാണ് അവർ ടെന്റ് അടിച്ച് കിടന്നിരുന്നത്. ഇന്നലെ ഇവിടുത്തെ കച്ചവടക്കാരുമായി പ്രശ്നം ആയിരുന്നു. അത് ആ ദൃശ്യങ്ങളാണ് കണ്ടത്. അതായത് പരസ്യമായി മദ്യവെച്ച് ഏറ്റുമുട്ടുന്ന സമയത്ത് ഇവിടുത്തെ കച്ചവടക്കാർ ഇടപെട്ടു. അങ്ങനെ കച്ചവടക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടിയാണ് പോലീസും നാട്ടുകാർ ഇടപെട്ട് ബീച്ചിൽ നിന്ന് ഇവരെ തൽക്കാലത്തേക്ക് മാറ്റി. അവരെല്ലാം കൂടി ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന്റെ വരാന്തയിലാണ് കിടക്കുന്നത്. ഞങ്ങൾ കുറച്ച് മുൻപ് ദൃശ്യങ്ങൾ എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ നേരെയാണ് അവർ കയർത്തുകൊണ്ട് വരുന്നത് കണ്ടത്. ചില ആളുകൾ വസ്ത്രങ്ങൾ മാറ്റി നമ്മളെ ആ രീതിയിൽ ഓടിക്കാൻ വേണ്ടി നോക്കുന്ന പലതരത്തിലുള്ള പ്രകോപനമാണ് അവർ ഉണ്ടാക്കുന്നത്. അതായത് കുട്ടികളെ വിട്ട് ഭിക്ഷ യാചിക്കുന്നു. കോഴിക്കോട് ബീച്ചിലെത്തുന്ന നമുക്കറിയാം പല സ്ഥലത്തുനിന്ന് വരുന്ന ആളുകളാണ്. ആ ഒരു ബീച്ചിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരുന്ന ആളുകളാണ്. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സഹതാപം തോന്നിയും ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തരൂ, പണം തരൂ എന്ന് പറയുമ്പോൾ അങ്ങനെ സഹതാപത്തിന്റെ പുറത്താണ് ആളുകൾ, ഇവിടെ വരുന്ന ആളുകൾ ഇതൊന്നും അറിയാതെ, വസ്തുത അറിയാതെ ആ കുഞ്ഞുങ്ങൾക്ക് പണം നൽകുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള കോഫി ഹൗസ് ഉണ്ട്, മറ്റ് ധാരാളം ഹോട്ടലുകളുണ്ട്. അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ കഴിയും. കാരണം ഒരു ദിവസം 5000 മുതൽ 10000 രൂപ വരെയാണ് ഒരു കുടുംബം അവിടെ വന്ന് പണം ചില്ലറ മാറിക്കൊണ്ട് നോട്ടാക്കിക്കൊണ്ട് പോകുന്നത്. അവിടുത്തെ കച്ചവടക്കാർ നേരിട്ട് നമ്മളോട് ഇതിനു മുൻപ് പറഞ്ഞതാണ്. അത് വസ്തുതയാണ്. കാരണം അത്രയധികം പണം ഇവിടെ വരുന്ന ആളുകളിൽ നിന്ന് ഈ കുട്ടികൾ പിരിച്ചെടുക്കുന്നുണ്ട്. ആ
കുട്ടികൾക്കല്ല അതിന് ഗുണം കിട്ടുന്നത്, അവർക്ക് വിദ്യാഭ്യാസം പോലും കിട്ടുന്നില്ല. ഇത് മുഴുവൻ രക്ഷിതാക്കൾക്ക് നൽകുന്നു, രക്ഷിതാക്കൾ അത് മദ്യപിക്കുന്നു. ഇവിടെ അവർക്ക് 2-3 വാനുകളുണ്ട്, ബൊലോറ വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് ആളുകൾ വരുന്നു, അവർക്ക് പണം കൊടുക്കുന്നു. ഈ കച്ചവടക്കാരുണ്ട്. ഇന്നലെ ഈ കച്ചവടക്കാർക്കാണ് ഈ നാടോടികളിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ട സാഹചര്യം വന്നത്. ഈ മുതിർന്ന ആളുകൾ എപ്പോഴെങ്കിലും ജോലിക്ക് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുവരെ പോകുന്നത് കണ്ടിട്ടില്ല. ഇവിടുത്തെ ബീച്ചിലെ ജോലി മാത്രമല്ല മറ്റൊരു ജോലിക്കും പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവരൊരു ചാരു കസാര പോലത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കസാര കണ്ടുപോകുന്നുണ്ട്, അത് വിട്ട് അവിടെ റൗണ്ടിൽ ഇരിക്കുക, ഒരു കുടയും വെച്ച് കുറച്ച് ബലൂണും വെക്കും. ആരെയും കണ്ടാൽ വിചാരിക്കും ബലൂൺ വെക്കാനാണ്. ഇത് രാത്രി ഒരു 10 മണി 11 മണിക്ക് കുട്ടികളെ ഉച്ചയ്ക്ക് ഇവിടെ ബീച്ചിലേക്ക് അയക്കും. അവർ രാവിലെ വരുമ്പോഴേക്കും ഒരു കുട്ടിയിൽ നിന്ന് 1000-1500 രൂപ ഒരു കുട്ടിയിൽ നിന്ന് കലശം കിട്ടാണ്. അങ്ങനെ 27 കുട്ടികളുണ്ട് ഇവിടെ. ഈ 10 വയസ്സും 11 വയസ്സിനും നിങ്ങൾ എണ്ണി നോക്കിയാൽ 27 കുട്ടികൾ, ഞാൻ എണ്ണി നോക്കിയതാണ്. ഒരു 11-12 വയസ്സിൽ താഴെയുള്ള 27 കുട്ടികളുണ്ട്. ഈ 27 കുട്ടികളിൽ നിന്ന് കലക്ഷൻ എടുത്ത് അത് ഇവിടുന്ന് ഇരുന്ന് മദ്യം കഴിക്കുന്ന ബോട്ടിൽ, നമ്മൾ ഇന്നലെ പിടിച്ച ചാക്കിൽ നിന്ന് കണ്ട ബോട്ടിൽ, അതൊക്കെ ഒരു ബോട്ടിൽ 1000 രൂപയുടെ വിലയുണ്ട്. സ്വിഗ്ഗിയിലാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ഇവിടുത്തെ ബീച്ചിൽ ഏതെങ്കിലും തട്ടുകടയുടെ നമ്പറാണ് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കടയിലേക്ക് വരും സ്വിഗ്ഗിൻ്റെ ആളുകൾ, നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, അന്നേരം ഒരു ഓടി വരും, ഇത് നമ്മളാണ് ഓർഡർ ചെയ്തത്. മാധു, ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത് തെറ്റില്ല, കാരണം അത് അധ്വാനിച്ച് വാങ്ങി കഴിക്കുവാണെങ്കിൽ തെറ്റില്ല. പക്ഷെ ഇത് മക്കളെ വിട്ട്, ചെറിയ മക്കളെ, ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, കുഞ്ഞു മക്കളെ വിട്ട് ഭിക്ഷ യാചിച്ച് വാങ്ങുന്ന പൈസ കൊണ്ടാണ് ഇവർ സ്വിഗ്ഗിയിൽ നിന്ന് ഫുഡ് വാങ്ങുന്നത്. ഞാനാണെങ്കിലും തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞതിന്റെ ഒരു കാര്യം, സ്വന്തം കുഞ്ഞുങ്ങളുമായി മറ്റേതെങ്കിലും ഒരു നാട്ടിലേക്ക് വന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കാന്ന് പറയുന്നത് എല്ലാം തികഞ്ഞത് കൊണ്ടാകില്ലല്ലോ എന്നൊരു ചിന്ത നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകും, അല്ലേ? എല്ലാം ഉണ്ടെങ്കിൽ ഇതിന് ഇറങ്ങി പുറപ്പെടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ആ സാഹചര്യത്തെ ചൂഷണം ചെയ്യുക, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിനെ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ മനസ്ഥിതി ഉള്ളവരാണ് എങ്കിൽ മദ്യപിച്ച് അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അത് ചോദിക്കുന്ന അവിടുത്തെ വ്യാപാരികളെ കയ്യേറ്റം ചെയ്യാൻ തയ്യാറാവുകയാണ്. ഇന്ന് ഇപ്പോൾ സ്ഥലം മാറ്റിവിട്ടപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകളെ വസ്ത്രമുരിഞ്ഞൊക്കെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. ഇങ്ങനെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടും ക്രമസമാധാനത്തിന് പ്രശ്നങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടും ഒക്കെയാണ് തുടരുന്നത് എങ്കിൽ അതിനൊരു പരിഹാരം വേണ്ടത് തന്നെയാണ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.